ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഹോം ഓഫീസ് കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കുകൾ പ്രകാരം യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഏകദേശം 80% കുറവാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സെയിം കാലയളവിൽ, അതായത് 2024 ജാനുവരി മാസം മുതൽ ഈ ഒരു മാർച്ച് മാസം വരെ ഏകദേശം 26,000-ഓളം സ്റ്റുഡൻറ്റ് വിസക്കാരുടെ കുറവാണ് ഇപ്പോഴും യു കെയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2023 ജാനുവരി മുതൽ മാർച്ച് മാസം വരെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ 26,000-ഓളം കുറവ് സ്റ്റുഡൻസാണ് യു കെയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു ജാനുവരി 2024 മുതൽ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻറ്റ് വിസക്കാർക്കുള്ള ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കി. അതോടുകൂടി യു കെയിലേക്ക് ഇൻ്റർനാഷണൽ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരുന്നത് ചൈനയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശ്, ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നൊക്കെ ആയിരുന്നു യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ ആൾക്കാർ വന്നിരുന്നത്. അപ്പം അങ്ങനെ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും ഇതായിരുന്നു. അവർക്ക് അവരുടെ ഡിപ്പെൻഡൻറ്റിനെ കൂടി യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ പഠിക്കുകയും ചെയ്യാം, അവരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന ഫീസ് അവർക്ക് മുതലാക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് അവർക്ക് ഫീസ് അടയ്ക്കാമെന്നുള്ള ഒരു സാഹചര്യം എവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം 2019-20 സമയത്തിലൊക്കെ യു കെയിലേക്ക് വന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് ആക്രാന്തം കാണിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ വന്ന സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയിലൊന്നും പോകാതെ അവർ ഫുൾ ടൈം, ആ ഒരു സമയത്ത് വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് അവർ ഫുൾ ടൈം വർക്കിലേക്ക് മാറി. യൂണിവേഴ്സിറ്റികൾ അറ്റൻഡൻസും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നു. അത് 2022-23 ആയപ്പോഴേക്കും യൂണിവേഴ്സിറ്റികളെല്ലാം പിടികൂടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് അത് മാറി. അങ്ങനെ ഫൈനലി ഗവൺമെൻറ് ഹോം ഓഫീസ്, നമ്മുടെ ഹോം സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ക്ലെവർലി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയോട് ഒരു ശുപാർശ കൊടുത്തു. നിങ്ങളിതെല്ലാം ഒന്ന് പഠിച്ചിട്ട് എന്താണ് സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോഴും വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നിങ്ങളൊന്ന് പഠിച്ചൊരു റിപ്പോർട്ട് നൽകണമെന്ന് മാക്കിനോട് ശുപാർശ ചെയ്തിരുന്നു. അങ്ങനെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അവരുടെ റിസർച്ച് ഒക്കെ നടത്തിയതിന് ശേഷം ഇന്നലെ അവരൊരു ഫൈനൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം നമ്മൾ സംശയത്തോട് കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കി. ഇനിയിപ്പോഴേ സ്റ്റുഡൻറ്റ് വിസയിൽ ഉണ്ടായിരുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൂടി നിർത്തലാക്കുമെന്നുള്ള ആ ഒരു കിംവദന്തികളൊക്കെ യു കെയിൽ പരന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻറ്റ് വിസക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നല്ല രീതിയിലാണ് ഇപ്പോൾ പ്രഷർ ഉണ്ടായിരിക്കുന്നത്. കാരണം യു കെയിലെ യൂണിവേഴ്സിറ്റികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വലിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ യു കെ യൂണിവേഴ്സിറ്റികളുടെ നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. കാരണം സ്റ്റുഡൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. അനേകം ആൾക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ടൊക്കെ മാക്ക് സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇവർ ഒരു സർവേ കൂടി നടത്തിയിരുന്നു. അപ്പോൾ ഈ 75ഓളം യൂണിവേഴ്സിറ്റികളാണ് ഈ ഒരു സർവേയിൽ പങ്കെടുത്തത്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 88% ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷനിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 27% കുറവാണ് അനുഭവപ്പെട്ടത്. അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇതിനോട് ഇടയ്ക്ക് തന്നെ വെളിയിൽ വന്നിരുന്നു. അപ്പോൾ എന്തായാലും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഇങ്ങനെ ഒരു റിപ്പോർട്ട്, അവരുടെ ഒരു റിസർച്ച് തയ്യാറാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്തിൽ പരിഗണനയിൽ വന്നതുകൊണ്ടാണ് ഇന്നലെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എന്തായാലും ഈ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസ അല്ലെങ്കിൽ നമ്മുടെ PSW പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഒരു കാരണവശാലും നിർത്താനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴില്ല. ഗവൺമെൻറ് നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ 4 വർഷം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു സീറ്റ് പോലും സത്യത്തിൽ ഇല്ലായിരുന്നു. അതുപോലൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് വലിയ ഒരു രീതിയിൽ അവരുടെ ഖജനാവ് നിറയ്ക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഈ ഒരു 2024 ജാനുവരി മുതൽ
വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഇൻടേക്കൊക്കെ വരുമ്പോൾ UK യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വലിയ കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ രണ്ട് തരത്തിലും അത് ബാധിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. കാരണം അവരുടെ ഇൻകം കുറഞ്ഞു, മാത്രവുമല്ല ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടത്. ഈ ഒരു ഫസ്റ്റ് ഹാഫ് ഇപ്പോഴെ തീരാറായി, ഏകദേശം ഒരു മെയ് മാസമായി. ഇനിയിപ്പോൾ ഈ ഒരു മെയ് ജൂൺ ജൂലൈ മാസത്തിലാണ് സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള അഡ്മിഷനുകൾ തകൃതിയായിട്ട് നടക്കുന്ന ഒരു സമയം. അപ്പോൾ ആ ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വലിയൊരു ഡിക്രീസാണ് ഇപ്പോഴെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനോട് ഇപ്പോഴ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഒരു കാരണവശാലും സ്റ്റുഡൻറ്റ് വിസകളിലെ നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വിസ, അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിങ്ങൾ നിർത്തലാക്കരുതെന്ന് ഇപ്പോഴും അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അവരുടെ ഈ ഒരു പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്ന ആൾക്കാരെ ഈ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് വിസ ഒരു കാരണവശാലും നിർത്തലാക്കരുത്. പക്ഷേങ്കിൽ ഏജൻസികളുടെ ഇടയിൽ വലിയൊരു ചൂഷണം നടന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇൻ്റർനാഷണലി സ്റ്റുഡൻസിനെയൊക്കെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസികൾ അവർക്ക് വലിയ രീതിയിലുള്ള ആശകളും പ്രത്യാശകളും ഒക്കെ കൊടുത്തിട്ട് വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ കൊണ്ടുവരുന്നത്. പുതിയ ഒരു ശുപാർശ കൂടി ഇപ്പോഴേ ഗവൺമെൻറ്റിനോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ 10th പാസ്സായെങ്കിൽ +2 പാസ്സായി കഴിയുമ്പോൾ ഒന്നുകിൽ ക്ലാസ് അല്ലെങ്കിൽ റാങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലൊക്കെയാണ് നമ്മൾ നേരത്തെ ഏർപ്പെടുന്നത്. ആ ഒരു രീതിയിലേക്ക് മാറ്റണമെന്നാണ് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും പാസ്സായി കഴിയുമ്പോൾ അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന സ്കോറ് അതൊരു ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ റാങ്ക് എന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നുള്ള ഒരു പുതിയ ശുപാർശയോട് കൊടുത്തത്. അത് എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പം ഈ ഒരു പഠനം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം അവർ എത്ര മാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്, അവർക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ആണോ അല്ലെങ്കിൽ റാങ്ക് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഒരു കമ്പനിയിലേക്കൊക്കെ പോകുമ്പോൾ അവർ റാങ്ക് ഹോൾഡറാണ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഹോൾഡറാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ അവിടെ വലിയ രീതിയിൽ നിലനിൽക്കും. അപ്പോൾ ഈ ഒരു പുതിയ ശുപാർശ കൂടി ഗവൺമെൻറ്റിനോട് ഇപ്പോഴും ഇപ്പോഴും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 1,14,000-ഓളം ഗ്രാജുവേറ്റ് റൂട്ട് വിസകൾ UK ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേവലം 30,000-ഓളം ഡിപ്പെൻഡൻറ്റ് വിസകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നൽകിയിരിക്കുന്നത് ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ, ചൈനയിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനാണ്. സ്റ്റുഡൻസ് ഈ യൂണിവേഴ്സിറ്റികളിൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ ഫീസ് കുറച്ചെങ്കിലും ആ ഒരു ജോലിയിൽ നിന്ന് കണ്ടുപിടിച്ച് അടയ്ക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ UK-യിലെ യൂണിവേഴ്സിറ്റികളൊക്കെ നിറഞ്ഞ് കവിയത്തുള്ളൂ. ആ ഒരു രീതിയിലേക്ക് ഗവൺമെൻറ് എന്തായാലും ഈ ഒരു ഇലക്ഷൻ വരുന്നത് വരെ പോകത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ നടപടികൾ എടുത്തതുകൊണ്ട് UK-യിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്തായാലും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി കൊടുത്തിരിക്കുന്ന ഈ ഒരു 2-3 ശുപാർശകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന, അതായത് UK-യിൽ പഠിത്തത്തിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് 2 വർഷം ഒരു സ്റ്റേ ബാക്ക് പോലൊക്കെ നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഇപ്പം നിലനിർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പോസിറ്റീവാണ്. കാരണം പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് 2 വർഷം അവർക്ക് യഥേഷ്ടം ജോലി ചെയ്യാം. മാത്രമല്ല ഈ 2 വർഷത്തിനുള്ളിൽ ഇതേപോലൊക്കെ വരുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടുത്തെ നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് പോലൊക്കെയുള്ള നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ പഠിച്ച് ഇറങ്ങുന്ന സ്റ്റുഡൻസിന് അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ജോലി കിട്ടുകയും ചെയ്യും. പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.